ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചക്കക്കുരു തേങ്ങാപ്പാൽ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇതവിടെ കുറച്ച് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലി കളയുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതിയേ. എന്നിട്ട് ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പെല്ലാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്ത ചക്കക്കുരു ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3-4 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ചേർക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് 1/2 പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഞാൻ ഇതവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 വിസിൽ വരെ വേവിച്ചെടുത്തതിന് ശേഷമായിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കക്കുരുല്ലാം നല്ല പാകത്തിന് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാലും നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മുഴുവനായിട്ട് ഉടച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവേന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുകൊന്ന് താളിച്ചിടണം. അതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊരു ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽ മുളകും ഒരു 2 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കറി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ഈ ഒരു ലൂസൊന്നും നോക്കണ്ട, തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുന്നുണ്ട്. കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കും തോറും ഇതൊന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.